നമസ്കാരം. ഇന്ന് നമ്മള് റിവ്യൂ ചെയ്യാൻ പോണത് പൃഥ്വിരാജിന്റെ പുതിയ വരാൻ പോകുന്ന പുതിയ സിനിമ വിലായത്ത് ബുദ്ധ എന്ന അതിന്റെ ഒരു ടീസറിനെ കുറിച്ചാണ്. ഓക്കെ, കണ്ടു നോക്കാം ടീസർ. അല്ല സാറേ, ആരേ ഡബിള്? അത് മോഹനൻ, ഡബിൾ എന്ന് നാട്ടുകാരെ വിളിക്കുന്നു. ഡബിൾ മോഹനൻ, അതാണ് ഒരു പേര്. ഓക്കെ, ഞാൻ മെയിൻ ഏജന്റ്. അവന്റെ കൈ വഴിയാ ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം പോണം. ഉർവശി തിയേറ്റേഴ്സ് ഓർമ്മ ഉണ്ടോ? കൊച്ചു വീരപ്പൻ. നീ ആരാ നടന്നിന്റെ വിചാരം? നീ എന്നോട് പുഷ്പ കളിക്കല്ലേ? അയ്യോ, അത് ഇന്റർനാഷണൽ. പുഷ്പ അതിന്റെ തുടക്കത്തിലെ സീനൊക്കെ കണ്ടപ്പോ പുഷ്പന്റെ ഏകദേശം ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് വരുന്നല്ലോ. നന്നായി ഒരു അത് ഈ സിനിമ തന്നെ കൊടുത്തത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കമന്റ് വരികയായിരുന്നു. ഇത് നമ്മള് മറ്റേ ഇതിലെ പെണ്ണാണല്ലോ, എന്താ മറ്റേ ടോവിനോയുടെ സിനിമയിലുള്ള അല്ലേ? ബേസ്ഡ് ഓൺ എ ബെസ്റ്റ് സെല്ലിംഗ് മലയാളം നോവൽ. അപ്പൊ ഈ സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ GR ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ നോവലിന് ബേസ് ആണ്. ഓക്കെ, അവനോട് ഇവിടെ അങ്ങനെ നിക്കാൻ പറഞ്ഞീ. ഇവിടെ നിന്നാ വെറും ചെമ്പകത്തിന്റെ മോളുടെ ഭർത്താവാ. എനിക്ക് വേണ്ടത് ഡബിൾ മോനില്ല. മറയൂർ ചന്ദനം ഇനി ഉണ്ടല്ലോ. അപ്പൊ അതാണ് പ്ലോട്ട്. മറയൂർ ചന്ദനക്കടത്ത് അല്ലെങ്കിൽ ചന്ദനം ആയിട്ട് ചൊല്ലിയിട്ടുള്ള എന്തൊരു സംഭവമാണ്. മറയൂര് മോഹനനും ഉണ്ടല്ലോ. ഞാൻ വളഞ്ഞതിന്റെ ഡബിൾ ബാരൽ ഗണ്ണ്, ചിലപ്പോ അതിനായിരിക്കും മൂപ്പർക്ക് ഡബിൾ മോഹൻ എന്ന് പേര് കിട്ടുന്നവ. അത്രയൊന്നും നീ വിളഞ്ഞിട്ടില്ല. വർഷം ഇത്ര ആയില്ല സാറേ, ആവശ്യത്തിന് വിളവൊക്കെ ആയി. ജയൻ നമ്പ്യാർ. ഇപ്പൊ ജയൻ നമ്പ്യാർ ആണ് മൂപ്പരെ കുറിച്ച് അറിയില്ലെങ്കിലും മൂപ്പര് നമ്മുടെ അയ്യപ്പനും കോശിയും പിന്നെ സ്റ്റൈൽ ഏത് ഉണ്ണി മുകുന്ദന്റെ സ്റ്റൈൽ ഈ ലണ്ടനിലും അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ സെക്കൻഡ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാനി അറിയുന്ന ആളുണ്ടോ? മൂപ്പരുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോ കണ്ടിട്ട് നല്ല മാസ് മസാല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൂവിയാണ് കേട്ടോ. അപ്പോ മ്യൂസിക്സ് നമ്മുടെ സ്വന്തം ചെക്കൻ ജെയ്ക്സ് ബിജോയാണ് ചെയ്തത്. അടിപൊളി മ്യൂസിക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. അപ്പോ തിയേറ്ററിൽ എന്നാ വരാൻ നോക്കാം അല്ലെ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് കമന്റ് ചെയ്യാം.